ദർശു ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2015 മാർച്ച് 24-ന് യൂറോപ്പിനെ നടുക്കിയ ഒരു ഭീകരമായ ദുരന്തത്തെക്കുറിച്ചാണ്. സ്പെയിനിൽ നിന്നും ജർമ്മനിയിലേക്ക് പുറപ്പെട്ട ജർമ്മൻ വിങ്സ് ഫ്ലൈറ്റ് 4U9525-ന് എങ്ങനെ ആ ദുരന്തം സംഭവിച്ചു? അവസാന അരമണിക്കൂർ എന്താണ് ആ ഫ്ലൈറ്റിനുള്ളിൽ സംഭവിച്ചത്? സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും ജർമ്മനിയിലെ ഡ്യൂസൻഡോർഫിലേക്ക് 10:01-ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 150 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 38,000 അടി ഉയരത്തിലായിരുന്നു വിമാനം സഞ്ചരിച്ചിരുന്നത്. ആദ്യ 30 മിനിറ്റ് യാത്ര പൂർണ്ണമായും സാധാരണമായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമായിരുന്നു. വിമാനത്തിന്റെ ക്യാപ്റ്റൻ പാട്രിക് ഒരു ചെറിയ ഇടവേളയ്ക്കായി കോക്പിറ്റ് വിട്ട് പുറത്തുപോയി. കോ പൈലറ്റ് ആൻഡ്രിയാസ് ലുബിറ്റ്സ് മാത്രമായിരുന്നു കോക്പിറ്റിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ പുറത്തുപോയ ഉടൻ തന്നെ ലുബിറ്റ്സ് കോക്പിറ്റിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യുകയും വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉപയോഗിച്ച് വിമാനം ആൽപ്സ് പർവ്വതനിരയിലേക്ക് ഏകദേശം 3 അടി വരെ താഴേക്ക് പോകുന്ന വിധം സെറ്റ് ചെയ്തു. വിമാനത്തിന്റെ ശരിയായ ദിശയെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ നൽകുന്ന എയർ ട്രാഫിക് കൺട്രോളർക്ക് പെട്ടെന്ന് വിമാനത്തിന്റെ ഉയരം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഉടനടി കോക്പിറ്റുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല. മറുഭാഗത്ത് കോക്പിറ്റ് വിട്ടുപോയ ക്യാപ്റ്റൻ തിരിച്ചു വന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതായി അദ്ദേഹത്തിന് മനസ്സിലായി. വാതിൽ തുറക്കാനായി ക്യാപ്റ്റൻ കുറെ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നിനും ഒരു പ്രതികരണവും ഉണ്ടായില്ല. തുടർന്ന് അലമുറയിട്ട് തുറക്കാൻ പറഞ്ഞുകൊണ്ട് വാതിലിൽ ശക്തമായി അടിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. അതേസമയം യാത്രക്കാർക്കും വിമാനത്തിന്റെ അസാധാരണമായ സഞ്ചാരം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് നടക്കുന്നതെന്നറിയില്ല. എന്നാൽ വിമാനം നിയന്ത്രണത്തിൽ അല്ല എന്ന് യാത്രക്കാർക്ക് മനസ്സിലായി. ആ നിമിഷം മുഴുവൻ യാത്രക്കാരും അനുഭവിച്ച ഭയം അത് നമുക്ക് ചിന്തിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു. മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത്തിൽ വിമാനം നിമിഷങ്ങൾക്കകം ഫ്രഞ്ച് ആൽപ്സ് പർവ്വതനിരകളിൽ വന്നിടിച്ചു തകർന്നു. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിലാണ് അപകടം നടന്നത്. എയർ ട്രാഫിക് കൺട്രോളർ ഫ്രഞ്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിൽ അപകട സ്ഥലത്തെത്തി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തിരയാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ അന്വേഷകർ ഇതൊരു സാധാരണ അപകടമെന്നാണ് വിചാരിച്ചത്. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റമോ അല്ലെങ്കിൽ ടെക്നിക്കൽ തകരാറോ അതുമല്ലെങ്കിൽ പൈലറ്റിന്റെ ആരോഗ്യ പ്രശ്നം മൂലം വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പോയിരിക്കാമെന്ന് കരുതി. പിന്നീട് ആ പ്രദേശത്ത് വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്ന് അന്വേഷകർ കണ്ടെത്തി. അപ്പോൾ ഇത് ആത്മഹത്യയോ മനഃപൂർവ്വം സൃഷ്ടിച്ച ദുരന്തമോ? ദിവസങ്ങളോളമുള്ള തിരച്ചിലുകൾക്ക് ശേഷം കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെത്തിയപ്പോഴാണ് അന്വേഷകർ ഇതൊരു ആകസ്മിക അപകടമല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഇതിൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകൾ കേസ് പൂർണ്ണമായി ആൻഡ്രിയാസ് ലുബിറ്റ്സിലേക്ക് തിരിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യം, എന്തിനാണ് ആൻഡ്രിയാസ് ലുബിറ്റ്സ് ഇത് ചെയ്തത്? വോയിസ് റെക്കോർഡറിൽ ക്യാപ്റ്റൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും ആൻഡ്രിയാസ് ലുബിറ്റ്സ് ശാന്തമായ ശ്വാസമെടുക്കുന്നതും യാത്രക്കാരുടെ നിലവിളിയുമെല്ലാം വ്യക്തമായി കേൾക്കാമായിരുന്നു. ഉടൻ തന്നെ അന്വേഷണ സംഘം ആൻഡ്രിയാസിനൊപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞ കാര്യങ്ങൾ പലരെയും അമ്പരപ്പിച്ചു. ആൻഡ്രിയാസ് ലുബിറ്റ്സ് വളരെ ശാന്തനും വിനയമുള്ളവനുമായിരുന്നു. ജോലിയിൽ അച്ചടക്കമുള്ള പെരുമാറ്റം, ഫ്ലൈറ്റ് ട്രെയിനിങ്ങിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ടെക്നിക്കൽ കാര്യങ്ങളിൽ നല്ല അറിവ്, ആരോടും കോപമോ അക്രമ സ്വഭാവമോ കാണിച്ചിട്ടില്ല. അവൻ നല്ലൊരു പൈലറ്റായി മാറുമെന്നാണ് കരുതിയത്. ചിലർ പറഞ്ഞത് ചില സമയങ്ങളിൽ മാനസികമായി ആൻഡ്രിയാസ് അകന്നു നിൽക്കുമായിരുന്നുവെന്നാണ്. പക്ഷേ അതാരും അപകടകരമെന്ന നിലയിൽ എടുത്തില്ല. അതിനുശേഷം ആൻഡ്രിയാസിന്റെ താമസ സ്ഥലവും ഡിജിറ്റൽ പ്രവർത്തനങ്ങളും വിശദമായി പരിശോധിച്ചു. അവിടെയാണ് അപകടം ഉദ്ദേശപൂർവമാണെന്ന് ഉറപ്പിക്കുന്ന നിർണായക തെളിവുകൾ ലഭിച്ചത്. ഫ്രഞ്ച് അന്വേഷണ ഏജൻസിയായ BEA പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം
അപകടത്തിന് ദിവസങ്ങളും ആഴ്ചകളും മുൻപ് ലുബിറ്റ്സ് തന്റെ ലാപ്ടോപ്പിലും ടാബ്ലറ്റിലും നടത്തിയ സെർച്ചുകൾ വളരെ ഗൗരവമുള്ളതായിരുന്നു. കോക്പിറ്റിന്റെ വാതിൽ എങ്ങനെ അകത്തു നിന്ന് ലോക്ക് ചെയ്യാം, പുറത്തുനിന്ന് ഡോർ തുറക്കാനാകുമോ, ആത്മഹത്യാ രീതികൾ, മാനസിക രോഗങ്ങൾ, വിഷാദം, കൂടാതെ കാഴ്ച നഷ്ടപ്പെടൽ, അന്ധത, ഇതെല്ലാം തന്റെ പൈലറ്റ് ജീവിതം അവസാനിക്കുമോ എന്ന ഭയം വർദ്ധിപ്പിച്ചു. അടുത്ത ഞെട്ടിപ്പിക്കുന്ന വിവരം, ആൻഡ്രിയസിന് പറക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കീറിയ നിലയിൽ കണ്ടെത്തി. നിയമപ്രകാരം നിർബന്ധമായ മെഡിക്കൽ പരിശോധനകൾ നിയമിത ഇടവേളകളിൽ ഏവിയേഷൻ അതോറിറ്റി നടത്തിയിരുന്നു. എന്നാൽ ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളും കാരണം ഇയാൾ സ്വകാര്യ ചികിത്സയിലായിരുന്നു. ഈ രേഖകളൊന്നും എയർലൈൻസിനോ ഏവിയേഷൻ അതോറിറ്റീസിനോ കൈമാറിയില്ല. ഈ തെളിവോടെ ഇത് ഉദ്ദേശപൂർവ്വം നടത്തിയ അപകടമാണെന്ന് അന്വേഷകർ തെളിയിച്ചു. ഈ ദുരന്തത്തിന് ശേഷം ലോകം മുഴുവൻ വിമാന സുരക്ഷാ നിയമങ്ങൾ മാറ്റി പൈലറ്റുകളുടെ മാനസികാരോഗ്യ പരിശോധന ശക്തമാക്കി. ആൻഡ്രിയാസ് ലുബിറ്റ്സ് എന്ന പേര് ഇന്ന് ഒരു വ്യക്തിയുടെ കഥയല്ല, അത് 150 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തിന്റെ ഓർമ്മയാണ്. ആകാശത്ത് ആയിരക്കണക്കിന് മണിക്കൂർ ചെലവഴിച്ച പൈലറ്റിന്റെ കഥ നമ്മളോട് പറയുന്നത്, യൂണിഫോം ധരിച്ചാലും ഉത്തരവാദിത്തങ്ങൾ വഹിച്ചാലും മനസ്സിന്റെ വേദന ആരും കാണാതെ പോകാം. ജർമ്മൻ വിങ്സ് 4U9525 ഒരു അപകടമല്ല, ഒരു മുന്നറിയിപ്പാണ്. മനസ്സിന്റെ വേദനകൾ മൗനമായി അവഗണിക്കപ്പെടുമ്പോൾ അത് ചിലപ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങളായി മാറും. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിയമങ്ങളും സുരക്ഷയും നോക്കുന്നവരാണോ? നിങ്ങൾ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണോ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.